സോ ഫൈനലി ബിഗ് ബോസ് നമ്മൾ സീസൺ 8 വീക്കിലി ടാസ്ക് 11ാമത്തെ ആഴ്ചയിലെ കൺവെയർ ബെൽറ്റ് എന്ന വീക്കിലി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ലൈവിൽ കഴിയുന്നതേ ഉള്ളൂ. അപ്പം ഇന്നുകൊണ്ട് കഴിയും. അപ്പം അതിന്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളുമാണ് എത്തുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 4 ടീം ഉണ്ടായിരുന്നു. നമ്മുടെ പിങ്ക്, ബ്ലൂ, അതുപോലെ തന്നെ യെല്ലോ, റെഡ് നമ്മുടെ വിശാൽ, അരുൺ, സൗന്ദര്യ ടീം ആദ്യം പുറത്തുപോയി. അതിനുശേഷം 3 ടീമുകളായിരുന്നു. അൻഷിത, പവിത്ര, ജെഫ്രി ഉണ്ടായിരുന്ന ഒരു പവർ പാക്ഡ് ടീം എന്ന് തന്നെ അവരെ പറയേണ്ടി വരും. അവർ ഗെയിമിൽ തോറ്റു, അതിനെക്കുറിച്ചും പറയാം. അതിനുശേഷം മുത്തു, നമ്മുടെ ദീപക്, മഞ്ചരി ഉണ്ടായിരുന്ന ബ്ലൂ ടീം, ജാക്ലിൻ, അതുപോലെ തന്നെ രഞ്ജിത്ത്, റയാൻ ഉണ്ടായിരുന്ന യെല്ലോ ടീം. അപ്പൊ ഇവര് 3 പേരുമായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അതിൽ 2 ടീമുകൾ ഒന്ന് ചേർന്ന് ജെഫ്രി, അൻഷിത, പവിത്ര എന്നിവരെ ഒന്നിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നോക്കി. എന്നിട്ടും നടന്നില്ല. അവർ വിട്ടുകൊടുക്കാതെ മാക്സിമം പിടിച്ചു നിർത്തി. സാധാരണ ബോയ്സ് പോലും വിട്ടുകൊടുത്ത് ഗെയിമിൽ നിന്ന് ഔട്ടായി നിൽക്കുന്ന സമയത്താണ് ഇവർ 2 ഗേൾസും അതുപോലെ തന്നെ ജെഫ്രിയും കൂടെ ഈ ഒരു 2 ടീമിന് 6 പേർക്ക് 3 പേര് നിന്നുകൊണ്ട് ടഫ് ഗെയിം കൊടുത്തത്. അപ്പൊ ആ ഗെയിമിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻ വീഡിയോയിൽ. അപ്പൊ അത്രയ്ക്കും കഷ്ടപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാതെ ഫൈനലി ആ ഒരു റാബിറ്റിന്റെ ചെറിയൊരു പീസിന് വേണ്ടി പോലും മറ്റവർ ഇവർക്കെതിരെ നല്ല രീതിയിൽ ഗെയിം ചെയ്യേണ്ടതായിട്ട് വന്നു. പല രീതിയിൽ അവർ ആക്രമിച്ചു. കുറച്ചൊക്കെ അവരും ഫെയർ ആയിട്ട് 1 to 1 ഒക്കെ വരാൻ നോക്കി. പക്ഷെ നിവൃത്തിയില്ലാതെ പിന്നെ 1ഉം 2ഉം പേരൊക്കെ പിടിച്ചു നിൽക്കേണ്ട വരണ്ടതും ഒക്കെ അവസ്ഥയിലേക്കൊക്കെ വന്നു. ഒരു ഫെയർ ആയിട്ട് എനിക്കും തോന്നിയില്ല. ബട്ട് ഇതൊരു ഗെയിമാണ്. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. ഒരാളെ 10 പേര് വേണമെന്നുണ്ടെങ്കിൽ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്യാം. അതൊക്കെ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ട് ചെയ്യുക. അതിനൊന്നും നമുക്കൊരു കുറ്റം പറയാൻ സാധിക്കില്ല. എന്താണെന്നുണ്ടെങ്കിലും അൻഷിത, പവിത്ര, ജെഫ്രി ടീം, പിങ്ക് ടീം ശരിക്കും റിയൽ ഫൈറ്റേഴ്സ് എന്ന് തന്നെ പറയാം. ആ ഒരു ഗെയിമിൽ മികച്ച പ്രകടനം തന്നെ അവർ കാഴ്ചവെച്ചു. അവര് ഗെയിമിൽ നിന്ന് പുറത്തായി. ബട്ട് നമ്മൾക്ക് ഈ ഒരു ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ജാക്ലിൻ, റയാൻ, രഞ്ജിത്ത് എന്ന ഇവരുടെ യെല്ലോ ടീമാണ് വിജയിച്ചത്. അതിൽ ഈ പറയുന്നത് പോലെ റയാനാണ് നോമിനേഷൻ ഫ്രീ പാസ് അടുത്ത ആഴ്ചയിലേക്ക് കിട്ടിയിരിക്കുന്നത്. ജാക്ലിൻ, ഓഫ് കോഴ്സ് ജാക്ലിൻ നമ്മുടെ റയാൻ വോട്ട് ചെയ്തു. രഞ്ജിത്തിന് അതിന് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പം ജാക്ലിൻ റയാൻ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് റയാന് തന്നെ പോകും. എന്നാൽ ഇതിനകത്ത് പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ടീമായിരുന്ന മുത്തുവിന്റെ ടീം, മുത്തു, ദീപക്, മഞ്ചരിയുടെ ടീമിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അവർക്ക് ഈസി ആയിട്ട് ഗെയിം വിജയിക്കായിരുന്നു. ഈ ഒരു യെല്ലോ ടീമിന്റെ കൂടെ കൂടാതിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ, അവരുടെ കൂടെ കൂടിയപ്പോൾ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ, കാരണം ഇവരുടെ ടീമായിരുന്നു സ്ട്രോങ്. ഇവരായിരുന്നു എല്ലാ രീതിയിലും ആക്രമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവര് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാക്ലിൻ, റയാൻ, രഞ്ജിത്ത് ടീമിന് വേണ്ടി കളിച്ച പോലെയായി. അവര് ഈ പറയുന്ന റാബിറ്റിനെ ഇവര് പ്രോപ്പറായിട്ട് എടുത്ത് ഗെയിം അവസാനിക്കുമ്പോൾ അവർക്ക് തന്നെ കൂടുതലുണ്ടായി. ഇവർക്കത് പ്രോപ്പറായിട്ട് എടുക്കാനും സാധിച്ചില്ല. ലാസ്റ്റ് ഈ പറയുന്ന പിങ്ക് ടീമിനെതിരെ ഫൈറ്റ് ചെയ്തതും ആൾ എണ്ണത്തിൽ കൂട്ടി ഫൈറ്റ് ചെയ്യാനും കരുത്ത് തെളിയിക്കാനും മാത്രമായി പോയി. ശരിക്കും പറഞ്ഞാൽ മുത്തുവിന്റെയൊക്കെ ടീം വെറുതെ വേറൊരു ടീമിന് വേണ്ടി, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം മറ്റൊരു ടീമിന് വേണ്ടി കളിച്ച് അവർക്ക് നോമിനേഷൻ ഫ്രീ പാസ് നേടിക്കൊടുത്ത പോലെയായി പോയി ഒടുവിൽ ഗെയിം കഴിയുമ്പോൾ. സോ മണ്ണും ചാരി നിന്നും പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയായി പോയി മുത്തു, ദീപക്, മഞ്ചരി ബ്ലൂ ടീമിന് പറ്റിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ഇതോടുകൂടി ഈ ഒരു കൺവെയർ ബെൽറ്റ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. റയാനാണ് അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ പാസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആഴ്ച റയാൻ രക്ഷപ്പെടുമോ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാം. റയാനും വോട്ട് കുറവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ് സോണിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അൻഷിതയും ഡേഞ്ചറസ് സോണിലാണ്, രഞ്ജിത്തും ഡേഞ്ചറസ് സോണിലാണ്. അപ്പം ബിഗ് ബോസ് കാണുന്ന മലയാളികളൊക്കെ നോക്കിയും കണ്ടുമൊക്കെ വോട്ട് ചെയ്യുന്നവരൊക്കെ ചെയ്യുക. ആർക്കാണെന്ന് നോക്കി മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നവരെയൊക്കെ വോട്ട് ചെയ്ത് മുന്നോട്ട് കയറ്റിക്കൊണ്ട് വരിക. ഒന്നും ചെയ്യാൻ നിൽക്കുന്നവരെയൊക്കെ വോട്ട് ചെയ്ത് വെറുതെ കയറ്റിക്കൊണ്ട് വരാതെ അതൊക്കെ നോക്കിയും കണ്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.